ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജുവിനോട് അരവിന്ദാക്ഷൻ സാർ പറയണ, മഹിമ ഇപ്പൊ ഇവിടേക്ക് വന്നത് മഞ്ജു നിന്റെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കാണിക്കെ മഹിമ ഇപ്പൊ നിന്നോട് ഈ പെരുമാറുന്നതൊന്നും നീ കണക്കാക്കണ്ട. അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും നിന്നോടുള്ള കരുതലും സ്നേഹവും ഉണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പീതാംബരം വരുന്നത്. അപ്പോൾ അരവിന്ദാക്ഷൻ സാർ ചോദിക്കുകയാണ്, എന്താണ് പീതാംബര ഇവിടേക്ക്? ഞാനൊരു പരാതി തരാനാണ് വന്നത്. എന്നെ ഒരാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആര് എന്ന് ചോദിക്കുമ്പോൾ ഗിരി എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജു വിജിക്കുട്ടനും അരവിന്ദാക്ഷൻ സാറും അങ്ങ് ഞെട്ടിപ്പോവാണ്. മഞ്ജു പറയണേ, പീതാംബര നിനക്ക് ഗിരിയേട്ടനോട് ദേഷ്യമുണ്ടെന്ന് അറിയാം, എന്ന് കരുതിയിട്ട് ഇങ്ങനെ കള്ളക്കേസ് ഒന്നും വന്ന് തരണ്ട. കള്ളക്കേസല്ല, എന്നെ ഗിരി ഭീഷണിപ്പെടുത്തിയത് കണ്ടവരുണ്ട്, സാക്ഷികളുണ്ട്. എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഗിരിയാണ് അതിന്റെ നാട്ടുകാരറിയണം. അത് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾക്ക് പരാതി സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലും പോലീസുകാരുണ്ടല്ലോ, അവരെ കയ്യിൽ ഞാൻ കൊടുത്തോളാം. അപ്പോഴാണ് അവിടേക്ക് അനിത വരുന്നത്. അപ്പോൾ അനിത പറയണേ, പീതാംബര അകത്തേക്ക് വാ, ഇവിടെ പണി ചെയ്യുന്ന പോലീസുകാരുമുണ്ട്, ഞാൻ എടുത്തോളാം നിന്റെ പരാതി എന്ന് പറഞ്ഞ് പീതാംബരനെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മഞ്ജു പറയണേ, നീ ഞങ്ങളോടിപ്പോൾ ഈ കാണിക്കുന്നത് നിന്റെ മകൾ പ്രീതിയെ ഞങ്ങളിപ്പോൾ അവിടെ താമസിപ്പിക്കുന്നത് കൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ അവൾ അവിടെ താമസിപ്പിച്ചതിനുള്ള പണി നിനക്ക് വൈകാതെ തന്നെ അവൾ തന്നെ തന്നോളും എന്ന് പറഞ്ഞൊരു മുൻകരുതൽ കൊടുത്തിട്ട് പീതാംബരൻ നേരെ അകത്ത് പോയി ഗിരിക്കെതിരെയുള്ള പരാതി കൊടുക്കണം. സമയം മഹിമ സ്വപ്നയെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പറയണേ, നിനക്ക് നല്ല കുരുട്ടു ബുദ്ധിയുള്ളതല്ലേ, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. എങ്ങനെയാണ് ജസ്റ്റിന്റെ കുടുംബത്തിന് ഗോപാൽജിയെ കൊണ്ട് തന്നെ പൈസ കൊടുപ്പിക്കണം, അതിനെന്താണ് ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണ, അതൊരിക്കലും നടക്കില്ല. പക്ഷേ നീ നല്ല തൻ്റെടി തന്നെയാണ്, ഒരിക്കലും ഒരാൾ പോലും ധൈര്യപ്പെടില്ല ഗോപാലൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്താൻ. അതിൻ്റെ ഷോക്കിലാണ് അവരെല്ലാവരും എന്ന് പറയുമ്പോൾ, നീ എന്നെ പുകഴ്ത്തിയത് മതിയാക്കിയേക്ക്, ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. നീ ആദ്യം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ സ്വപ്നെ എന്ന് പറയുമ്പോൾ, എനിക്ക് അവിടെ പൈസ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ അറിയാം എന്ന് പറയുമ്പോൾ, അത് പറ്റില്ല. തന്നെ ജസ്റ്റിൻ്റെ കുടുംബത്തിന് പൈസ കൊടുക്കണം, അതിനെന്താണ് ഒരു വഴി എന്നാണ് നീ പറഞ്ഞു തരേണ്ടത്. നിനക്ക് നല്ല കുരുട് ബുദ്ധി ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയണേ, എങ്കിൽ ഒരു വഴിയുണ്ട് എന്ന് പറയും. എന്നിട്ടാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്, എന്താണ് നിന്റെ വഴി? ഗോപാലനോടും കുടുംബത്തോടും എല്ലാ സത്യവും അങ്ങ് പറയും. നീ ഗർഭിണിയല്ല എന്നുള്ളതും നീ അവരെ കബളിപ്പിക്കുകയാണെന്നും നീ അവരുടെ സ്വസ്ഥതയും സമാധാനവും കളയാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിപ്പറ്റിയത് എന്ന് അങ്ങനെ എല്ലാ കാര്യവും അങ്ങ് വിളിച്ചു പറഞ്ഞാൽ ആ ഒരു നന്ദിക്കെങ്കിലും ജസ്റ്റിൻ്റെ കുടുംബത്തിന് ഗോപാലൻ ഞാൻ പറഞ്ഞ തുക കൊടുക്കുമെന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ, മഹിമയെ ചതിക്കല്ലേ മഹിമേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ വഴിയൊന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ, ഗോപാലൻ്റെ ഷെൽഫിൽ ഒരു ഫയലുണ്ട്, ആ ഫയൽ എങ്ങാനും നഷ്ടപ്പെട്ടാൽ അതിലുള്ള രഹസ്യം എല്ലാവരും അറിഞ്ഞാൽ ഗോപാലനും ശാലിനിയും അകത്തു പോകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയട്ടോ. ഇതെല്ലാം ചാച്ചു പറയുന്നതാണ് ഞാൻ കേട്ടത് എന്ന് പറയുമ്പോൾ, എങ്കിൽ അത് മോഷ്ടിച്ചാൽ മതിയല്ലേ. അപ്പൊ പിന്നെ ഗോപാലൻ അത് പേടിച്ച് ഞാൻ പറയുന്നത് ഗോപാലൻ അനുസരിക്കുകയും ചെയ്യും, ജസ്റ്റിന്റെ കുടുംബത്തിന് ഞാൻ പറഞ്ഞ തുകയും കൊടുക്കുമല്ലേ എന്ന് മഹിമ പറയട്ടോ. ഇന്ന് രാത്രി തന്നെ ഞാൻ ഗോപാലന്റെ വീട്ടിലേക്ക് വരും, എനിക്ക് വേണ്ട എല്ലാ സഹായവും നീ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ, എനിക്ക് മോഷ്ടിക്കാനൊന്നും പറ്റില്ല, നീ മോഷ്ടിക്കണം എന്നല്ല പറയുന്നത്, ഇത് എൻ്റെ ആജ്ഞയാണ്, എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ നീ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞ് മഹിമ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളുടെ ശല്യം ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ തീർക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം മഞ്ജു വീട്ടിലെത്തിയ ശേഷം ഭാനുമ്മയോട് പീതാംബരൻ സ്റ്റേഷനിൽ വന്ന് ഗിരിയേട്ടനെതിരെ പരാതി കൊടുത്തതിനെ കുറിച്ച് പറയട്ടോ. പീതാംബരൻ എന്തിനാണ് ഗിരിക്കെതിരെ പരാതി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ടൗണിൽ വെച്ച് പീതാംബരനെ ഗിരിയേട്ടൻ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് കേട്ടോണ്ടാണ് അവിടേക്ക് ഗിരിയും പ്രീതിയും വരുന്നത്. അപ്പോൾ ഭാനുമ്മ പറയണ്, അവന് ഇനിയും ഈ കുടുംബത്തെ ദ്രോഹിച്ചത് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗിരി ദേഷ്യത്തിൽ വന്നിട്ട് പറയണ്, അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ ശരിക്കും കൊന്നുകളയുക തന്നെയാണ് വേണ്ടത്, അവനെ ചെറുതായിട്ടൊന്ന് തട്ടിയതിനാണ് അവനിപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്, അവൻ എന്താണ് വധശ്രമം എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ഗിരി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മഞ്ജുങ്ങ് തടയാണ്, വേണ്ട ഗിരിയേട്ട, ഇനിയിപ്പോൾ പീതാംബരന് എന്ത് സംഭവിച്ചാലും ഗിരിയേട്ടൻ്റെ തലയിലാണ് അത് വരത്തുള്ളൂ, അതുകൊണ്ട് ഇനിയിപ്പോൾ പീതാംബരനുമായിട്ട് വെറുതെ അടിപിടി ഉണ്ടാക്കാനൊന്നും ഗിരിയേട്ടൻ പോവാൻ നിൽക്കണ്ട. ഒന്നാമത് ഗിരിയേട്ടൻ ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. ഗിരിയേട്ടൻ്റെ അച്ഛനെ കുറിച്ച് വീണ്ടും നാട്ടുകാർ ഓരോരും പറയുന്നതിനെ കുറിച്ച് ഗിരിയേട്ടൻ ഇപ്പോൾ അറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗിരിയേട്ടൻ ആരുടെയെങ്കിലും ദേഷ്യം തീർക്കാനാണ് നടക്കുന്നത്. അതുകൊണ്ട് പീതാംബരൻ ഇനിയും ഓരോന്ന് പറഞ്ഞ് ഗിരിയേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വരും, അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ഗിരിയേട്ടൻ ക്ഷമ പാലിക്കണമെന്ന് പറയട്ടോ. അപ്പോൾ ഗിരിക്ക് ഇങ്ങനെ വീണ്ടും നിയന്ത്രണം കിട്ടാതെ നിൽക്കുമ്പോൾ ഭാനുമ പറയണേ, മഞ്ജു പറയുന്നതൊന്ന് കേൾക്കട ഗിരി, ഇവൾ ഈ വീട്ടിലേക്ക് വന്നത് കൊണ്ടാണ് ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പ്രീതിയെക്കുറിച്ച് പറയട്ടോ. ആ പീതാംബരനെ കൊണ്ടുള്ള ശല്യം തുടങ്ങിയത് തന്നെ ഇവൾ ഈ വീട്ടിലേക്ക് വന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇവളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി തോന്നിയത് എന്നും പറഞ്ഞ് ഭാനുമ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഗിരിയും മഞ്ജുവും പറയണ പ്രീതിയോട്, അമ്മ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട, അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ പ്രീതി അഭിനയിച്ചുകൊണ്ട് പറയണേ, എനിക്കറിയാം അമ്മയുടെ മാനസികാവസ്ഥ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല, നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗിരിയെയും മഞ്ജുവിനെയും അകത്തേക്ക് പറഞ്ഞേക്കാം കേട്ടോ. എന്നിട്ട് പ്രീതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ എല്ലാവരുടെയും വിശ്വാസം ഒന്ന് നേടിയെടുത്തതായിരുന്നു, കഷ്ടപ്പെട്ട് നേടിയെടുത്ത് അച്ഛനായിട്ട് എല്ലാം കുളമാക്കി, ഇപ്പോൾ രണ്ടാമതും ആ തള്ളയുടെ വിശ്വാസം പിടിച്ചു പറ്റേണ്ടി വരും എന്നൊക്കെ
പ്രീതി മനസ്സിൽ ചിന്തിക്കാണ്. ഈ സമയം മഹിമ ഗോപാലന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാനായിട്ട് പോവാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ മുകുന്ദൻ സോഫയിൽ കിടന്ന് ഉറങ്ങാവട്ടോ. അപ്പം മുകുന്ദനെ ഉണർത്താതെ മഹിമ നേരെ ഗോപാലന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മുകുന്ദൻ അങ്ങ് കണ്ണു തുറന്നിട്ട് പറയും, നീ ഇപ്പം ഈ പാതിരാത്രിയിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ കൂട്ടുകാരുടെ പിറന്നാളല്ലേ, അപ്പോൾ അവളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 12 മണി ആവുന്ന സമയത്ത് വിഷ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോൾ നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞിട്ട് പോകുന്നത്? എനിക്കറിയാം നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന്. ഗോപാലൻ്റെ അടുത്തേക്കല്ലേ, ഗോപാലൻ്റെ വീട്ടിലേക്കല്ലേ എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം. നീ ചെയ്യുന്നത് നിനക്ക് ജസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, നീ ഇപ്പോൾ ഗോപാലനോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ഗോപാലനോട് തീർത്താ തീരാത്ത പകയുണ്ട്. അത് ശരി തന്നെയാണ്, എൻ്റെ അച്ഛൻ നീതി കിട്ടണം അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ജസ്റ്റിനെ ഒരു കരുവാക്കിയിട്ടല്ല ഗോപാലനോടുള്ള പക തീർക്കുന്നത്. ആണെങ്കിൽ എനിക്ക് ഗോപാലിനെ അങ്ങ് തീർത്ത് കളഞ്ഞാൽ പോരെ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ നീതി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ജസ്റ്റിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം, അതിന് ഗോപാലിനെ വരച്ച വരയിൽ നിർത്തണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നീ ചെയ്യുന്നതിൽ ന്യായമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഒരു കാര്യം നീ ഓർക്കണം, എൻ്റെ ജീവൻ്റെ ജീവനാണ് നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. വല്ലപ്പോഴുമെങ്കിലും എന്നെക്കുറിച്ചൊന്ന് ഓർക്കണം എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് അത് വല്ലാത്ത വിഷമാവുക കേട്ടോ. അപ്പോൾ മഹിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ പോവണ്ടേ ഗോപാലൻ്റെ വീട്ടിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് വേണം, നീ പോവണം, നീ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞ് മഹിമയെ മുകുന്ദൻ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ കേട്ടോ. അങ്ങനെ മഹിമ വിഷമത്തോട് കൂടിയിട്ട് മുകുന്ദനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സമയം ഭാനുമ്മയുടെ കയ്യിൽ കുഴമ്പിട്ട് കൊടുക്കാൻ വേണ്ടി പ്രീതി ഒരു നമ്പർ ഇറക്കിയിട്ട് വരാൻ കേട്ടോ. എന്നിട്ട് കുഴമ്പിട്ട് തരാം അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ എന്തിന് നീ എൻ്റെ കയ്യിൽ കുഴമ്പിട്ട് തരുമൊന്നും വേണ്ട, നീ കാരണമാണ് എനിക്ക് നിവേദന തന്നെ വന്നത് എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നത് അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു, അച്ഛനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ നീ കാരണമല്ലേ നിൻ്റെ അച്ഛൻ എൻ്റെ ഗിരിയെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ കാരണമൊന്നുമല്ല അമ്മേ, ഗിരിയേട്ടൻ ആദ്യം മുതലേ പലിശ ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന സമയത്ത് ഒരുപാട് അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. ആ ഒരു പകയും ദേഷ്യവുമാണ് ഇപ്പോൾ ഗിരിയേട്ടനോട് എൻ്റെ അച്ഛൻ തീർക്കുന്നത്. ഞാൻ കാരണമാണ് ഗിരിയേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് ഇപ്പോൾ തന്നെ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞ് ആ കുഴമ്പുമായിട്ട് പ്രീതി തിരിച്ചു നടന്നു പോകുമ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇപ്പം തന്നെ എന്നെ വിളിക്കും, എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇപ്പം തന്നെ എന്നെ വിളിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാട്ടോ. ഇനിയിപ്പോൾ എന്താ ഇവർ വിളിക്കാത്തത്, ഞാനിപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഭാനു അമ്മ എന്നാൽ എൻ്റെ കയ്യിൽ കുഴമ്പിട്ട് തന്നേക്ക് എന്ന് പറയട്ടോ. അപ്പോൾ സന്തോഷത്തോടു കൂടി പ്രീതി ചെന്നിട്ട് കുഴമ്പിടാണ്. അപ്പോൾ പറയണ ഏതൊരമ്മയും മക്കളുടെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുക, അതുപോലെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കാരണം ഒരിക്കലും ഗിരിയേട്ടന് ഒരു ദോഷവും വരില്ല, അതിനെ സമ്മതിക്കില്ല. എൻ്റെ മനസ്സിൽ ഗിരിയേട്ടനുള്ള സ്ഥാനം എന്താണെന്നുള്ളത് അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭാനുമ്മയുടെ മനസ്സിലൊരു ചെറിയ സംശയം വരികയാണ്. നാട്ടുകാർ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും പ്രണയത്തിലാകുമോ എന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് പ്രീതി പെട്ടെന്ന് അകത്തേക്ക് പോവാണ്. സമയം ഗോപാലൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് ഗോപാലൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാണ്, ഞാനിപ്പോൾ ഇവിടെ CCTV വെച്ചിട്ടുണ്ട്, ഒരു പട്ടിയെയും വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചാച്ചു പറയണ അതെന്താ മഹിമയെ പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ സഞ്ജുവും ചോദിക്കണം അങ്ങനെയാണോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ പേടിച്ചിട്ട് തന്നെയാണ്, ഒരു പെണ്ണ് കാരണം എൻ്റെ മനസമാധാനമാണ് ഇല്ലാതായത് എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ എങ്ങനെ ഇനിയിപ്പോൾ മഹിമയെ വിളിച്ച് അറിയിക്കും, ഇവിടെ CCTVയും പട്ടിയൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയിക്കും, അവളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ടാവും, അവളെ ഇവരെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എൻ്റെ കള്ളത്തരവും പുറത്താവും, അവളെങ്ങാനും എല്ലാ സത്യവും ഇവിടെ വെച്ച് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ നിലനിൽപ്പും ഇല്ലാതാകുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ സഞ്ജു പറയണേ നീ ഇവിടെ ഇരിക്കുക, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സ്വപ്നയെ തൊട്ടടുത്ത് തന്നെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെ അവളെ വിളിച്ച് പറയും എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് സഞ്ജുവിനെ ഇങ്ങനെ സ്റ്റേഷനിൽ പിടിച്ചപ്പോഴാണ് ഗോപാലേട്ടൻ ഇങ്ങനെ ടെൻഷനായത്, അതുപോലെയാണല്ലോ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെ, ഞാൻ അന്ന് ടെൻഷൻ അടിച്ച അതേപോലെ തന്നെയാണ് ഇന്നിപ്പോൾ മഹിമ കാരണം ടെൻഷനാകുന്നത്. അന്ന് മാധവനായിരുന്നു എനിക്ക് ടെൻഷനും തലവേദനയും, അതുപോലെ ഇപ്പോൾ മാധവൻ്റെ മകളും, മാധവന് സംഭവിച്ച അതേ അവസ്ഥ തന്നെ ഇവൾക്കും സംഭവിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് ചാച്ചു അങ്ങ് ചുമക്കാൻ കേട്ടോ. സ്വപ്ന കേട്ടാൽ എല്ലാ കള്ളത്തരവും പൊളിയും എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ പെട്ടെന്ന് ഗോപാലൻ പറയണ മോളിങ്ങനെ ഇനി ഉറക്കഴിക്കണ്ട, മോള് പോയി കിടന്നോ എന്ന് പറഞ്ഞ് സഞ്ജുവിനെയും സ്വപ്നയെയും പറഞ്ഞയക്കാൻ കേട്ടോ. അപ്പോൾ ചാച്ചു പറയണേ ആ സ്വപ്നയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്ന് പല്ലിന് പറയണേ അതെങ്ങനെ, നമുക്കിപ്പോൾ അളന്നു മുറിച്ച് സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളെ ഈ വീട്ടിൽ കയറ്റണ്ട എന്നുള്ളത്. അപ്പോൾ ഗോപാലൻ പറയണേ ഇനിയിപ്പോൾ ഏതായാലും കയറ്റിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ശാലിനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ. അങ്ങനെ ഗോപാലൻ ഇരുന്ന് ആലോചിക്കുകയാണ്, അവളെ എങ്ങനെയെങ്കിലും തകർക്കണം, അവളെ ഇല്ലാതാക്കണം എന്നൊക്കെ മഹിമയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ സമയം മഹിമ അവിടേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം മഹിമ മതിൽ ചാടി നേരെ ഗോപാലൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറാണ്. അപ്പോഴത്തേക്കും സ്വപ്ന ബാൽക്കണിയിൽ പോയി നിന്നുകൊണ്ട് മഹിമയെ കൈകൊണ്ട് കാണിക്കുകയാണ്, ഇവിടേക്ക് വരുമ്പോൾ സൂക്ഷിക്ക്, ഇവിടെ പട്ടിയുണ്ട്, CCTV ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കൈകൊണ്ട് കാണിക്കുമ്പോൾ അത് മഹിമയ്ക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയിട്ട് മഹിമ സ്വപ്ന
സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫയൽ എടുത്തുകൊണ്ട് ഗോപാലന്റെ വീട്ടിൽ നിന്നും പോവാണ്. രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഗോപാലന്റെ ഷെൽഫിൽ നിന്നും പണവും സ്വർണവും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ആ ഫയൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഗോപാലിന് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ ഗോപാലൻ CCTV പരിശോധിച്ച് നോക്കുന്ന സമയത്ത് മാസ്ക് ഇട്ട് ഒരു പെൺകുട്ടി കയറുന്നത് കാണാണ്. അപ്പോൾ അത് മഹിമയാണെന്നുള്ള കാര്യം ഗോപാലന് മനസ്സിലാവാണ്. അങ്ങനെ ഗോപാലൻ ആ ഒരു ദൃശ്യവുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് അരവിന്ദാക്ഷൻ സാറിൻ്റെ മുന്നിലും ബിജുക്കുട്ടൻ്റെയും മഞ്ജുവിൻ്റെയും അനിതയുടെ ഒക്കെ മുന്നിൽ വെച്ച് ഈ ദൃശ്യം അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് ഇന്നലെ കള്ളനായിട്ട് വന്നത് മഹിമ തന്നെയാണ്, ഈ തെളിവ് പോരെ നിങ്ങൾക്ക് അവളെ അറസ്റ്റ് ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണേ, ഇത് മഹിമയാണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? അവളുടെ മുഖം ഇതിൽ വ്യക്തമായി കാണുന്നില്ലല്ലോ, ഇതിൽ മാസ്ക് ഇട്ടിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഇത് മഹിമയാണെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഗോപാലന് പിന്നെ ഉത്തരം മുട്ടിപ്പോവാൻ കേട്ടോ. അങ്ങനെ മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോപാലൻ നടത്തുന്ന ഈ ഒരു കാര്യവും പൊളിഞ്ഞു പോവാണ്. അങ്ങനെ ഇനി മഹിമ ഗോപാലനെ വരച്ച വരയിൽ നിർത്തിയിട്ട് തന്നെ കുടുംബത്തിന് ഗോപാലന്റെ കൈകൊണ്ട് തന്നെ അവർക്ക് വേണ്ട വിധ സഹായങ്ങളെല്ലാം തന്നെ മഹിമ വെച്ച ഡിമാൻഡുകൾ എല്ലാം തന്നെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ ഇനി ഗോപാലന്റെ ആളുകൾ മഞ്ജു ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് മഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അത് മഹിമ കണ്ടുകൊണ്ട് വരികയാണ്. അങ്ങനെ മഹിമ മഞ്ജുവിനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മഹിമയും മഹിമയുടെ കോളേജിലെ കുട്ടികളൊക്കെ കൂടി ചേർന്ന് സഞ്ജുവിനെ നന്നായിട്ട് തന്നെ പെരുമാറിയ ശേഷം സഞ്ജുവിനെയും തട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് കെട്ടിയിട്ട ശേഷം ഒരു കസാരയിൽ കെട്ടിയിട്ട ശേഷം ഗോപാലിന് വീഡിയോ കോൾ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ ചേച്ചിയെ വിട്ടയച്ചാലാണ് നിന്നെയും നിൻ്റെ മകനെയും വിട്ടയക്കൂ എന്നുള്ള ഭീഷണിയൊക്കെ മഹിമ പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജുവിനെ ഗോപാലിന് വിട്ടയക്കേണ്ടി വരികയാണ്. മഞ്ജുവിനെ ഗോപാലിൻ്റെ ഗുണ്ടകൾ വായൊക്കെ കെട്ടിവെച്ച ശേഷം രണ്ട് കൈയും കയറൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ അഴിച്ചു വിടുന്ന സമയത്ത് മഞ്ജു പോകുന്ന സമയത്ത് അവിടെ കിടക്കുന്ന വടി വെച്ച് ആ ഗുണ്ടകളുടെ തലയ്ക്ക് നന്നായിട്ട് തന്നെ അടിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ തലയ്ക്കും ഗോപാലൻ പുറകിലൂടെ ചെന്ന് ഒരു വടി വെച്ച് ഒരു അടി കൊടുക്കാണ്ട് അതോടുകൂടി മഞ്ജുവിന് ബോധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ മഹിമ തന്നെയാണ് മഞ്ജുവിനെ വീണ്ടും രക്ഷപ്പെടുത്തുന്നത്. അതിനെ ഗോപാലിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സഞ്ജുവിനെ കരുവാക്കിയിട്ടാണ് മഹിമ അക്കാര്യവും ചെയ്യുന്നത്. അങ്ങനെ മഞ്ജുവിനെ ഗോപാലന് വെറുതെ വിടേണ്ടി വരികയാണ്. അങ്ങനെ കാര്യമെല്ലാം മുകുന്ദൻ ഇനി ഗിരിയോട് പറയാട്ടോ. അങ്ങനെയും ഗോപാലനാണ് മഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള കാര്യം അറിയുമ്പോൾ ആദ്യം ഗിരി വിശ്വസിച്ചില്ലെങ്കിലും അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഇനി ഗിരിക്ക് ഗോപാലൻ്റെ തനി സ്വഭാവം മനസ്സിലാവാണ്. അങ്ങനെയുള്ള എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നുണ്ട്.